യേശു രക്ഷകൻ കുടുംബത്തിൽ എന്ന ആ ഒരു ചിന്തയിലേക്ക് അല്പസമയം നമുക്ക് കടന്നു വരാം. എന്നെ കാര്യമായി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, ഈശോ രക്ഷകനായി ഭൂമിയിലേക്ക് വരാൻ എത്രയോ മാർഗങ്ങളുണ്ടായിരുന്നു. നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കിയ, ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും ലോകം നോക്കി നിൽക്കെ സ്വർഗം ഇടിമിന്നലോടുകൂടി തുറക്കുന്നു. അങ്ങനെ തുറന്ന് ഇതാ ദൈവപുത്രൻ ഭൂമിയിലേക്ക് മനുഷ്യനായി കടന്നു വരുന്നു. അങ്ങനെ ഭൂമിയിൽ ഈശോയുടെ പെസഹ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഈശോയുടെ പബ്ലിക് ലൈഫും അതുപോലെ പെസഹ രഹസ്യങ്ങളും ഒക്കെ നടക്കുന്നു. രക്ഷിച്ച് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നു. അങ്ങനെ ആകാമായിരുന്നില്ലേ? ആകാമായിരുന്നു. എന്താ കുഴപ്പം? പക്ഷേ ദൈവം അങ്ങനെയല്ല ആഗ്രഹിച്ചത്. രക്ഷകൻ ഒരു കുടുംബത്തിൽ വളരണം എന്ന് ദൈവം ആഗ്രഹിച്ചു. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടല്ലോ, പാപം ഉണ്ടായത് ഒരു കുടുംബത്തിലാണ്. അതുകൊണ്ട് പാപത്തിന്റെ മറുമരുന്നായ രക്ഷ ഒരു കുടുംബത്തിൽ തന്നെ ആരംഭിക്കണം. അതുകൊണ്ട് നസറത്തിലെ ആ തിരുക്കുടുംബത്തിൽ ഈശോ യൗസേപ്പിന്റെയും മറിയത്തിന്റെയും ശ്രദ്ധാകേന്ദ്രമായി, കണ്ണിലുണ്ണിയായി വളരുന്നു. രക്ഷയെ വളർത്തിയെടുത്തവരാണ് ഈ മാതാപിതാക്കൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കുടുംബത്തില് ഉണ്ണിയെ കയ്യിലെടുത്തുകൊണ്ട്, താരാട്ടുപാടിക്കൊണ്ട്, ഉണ്ണിയെ തോളിലെടുത്തുകൊണ്ട്, കരയുന്ന ഉണ്ണിയെ ആശ്വസിപ്പിച്ചുകൊണ്ട്, ചിരിക്കുന്ന ഉണ്ണിയെ കളിപ്പിച്ചുകൊണ്ട്, കൈപിടിച്ച് നടത്തിക്കൊണ്ട്, ഭക്ഷണം വാരി കൊടുത്തുകൊണ്ട്, തിരുത്തിക്കൊണ്ട് ഒക്കെ ആ കുടുംബത്തിൽ യൗസേപ്പും മറിയവും വളർത്തി കൊണ്ടുവന്നത് രക്ഷകനെയാണ്, രക്ഷയെയാണ്. കുടുംബം വളർത്തിക്കൊണ്ടുവന്ന രക്ഷകൻ, കുടുംബങ്ങളുടെ രക്ഷകൻ. ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപത്തിന് സമ്പൂർണമായ പരിഹാരം ചെയ്ത് സകല മനുഷ്യരുടെയും രക്ഷകനായി, പാപമോചകനായി, എല്ലാവരുടെയും ആശ്വാസമായി മാറിയ കർത്താവായ യേശുക്രിസ്തു. അപ്പോ കുടുംബത്തിന്റെ രക്ഷകൻ, അത് വളരെ വ്യക്തമാണ്. അപ്പസ്തോല പ്രവർത്തനം 16:31 നമ്മൾ കാണുന്നുണ്ടല്ലോ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ആര്? നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. നീ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അത് നിന്റെ കുടുംബത്തിന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള വലിയ പ്രചോദനമാണ്. യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുമ്പോൾ നീ സ്നേഹത്തിൽ ആഴപ്പെടുന്നു, വിശ്വാസത്തിൽ ആഴപ്പെടുന്നു, ശരണത്തിൽ ആഴപ്പെടുന്നു. സത്യത്തിൽ വിശ്വാസത്തിന്റെ വലിയ ദീപശിഖയുമേന്തി നീ നിന്റെ കുടുംബത്തിൽ ആയിരിക്കുകയാണ്. പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ, ബുദ്ധിമുട്ടുകളിൽ നിന്റെ നിലപാടുകൾ, യേശുക്രിസ്തുവിൽ അധിഷ്ഠിതമായ നിലപാടുകൾ, അത് നിന്റെ ചുറ്റുമുള്ളവരെ ബലപ്പെടുത്തും. അത് ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അയൽക്കാരെ, ബന്ധുമിത്രാദികളൊക്കെ തീർച്ചയായും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും. അപ്പോഴ് യേശു ക്രിസ്തു കുടുംബത്തിന്റെ രക്ഷകൻ. ഈശോ നസ്രത്തിലെ കുടുംബത്തിൽ വളർന്നു എന്ന് മാത്രമല്ല, അത് വളർന്ന കാര്യമൊക്കെ നമുക്കറിയാം. 12-ാം വയസ്സിലെ കാര്യം നമുക്കറിയാം. എന്നിട്ട് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റോടുകൂടി പിന്നെ
30-ാം വയസ്സ് വരെയുള്ള സകല കാര്യങ്ങൾ ആ ഒറ്റ സ്റ്റേറ്റ്മെന്റിലുണ്ട്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ പ്രീതിയിലും വളർന്നു വന്നു. എവിടെ? ആ വീട്ടിൽ, ആ കുടുംബത്തിൽ വളർന്നു വന്നു. അപ്പോ അത് നമുക്ക് ഒറ്റ സെന്റൻസിൽ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഏതാണ്ട് 18 വർഷങ്ങളെ ആ ഒരൊറ്റ സെന്റൻസിൽ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. ഇനി ഈശോയുടെ പരസ്യ ജീവിതത്തിലേക്ക് വന്നാലോ? കുടുംബ കേന്ദ്രീകൃതമായ ഒരു ജീവിതം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈശോയ്ക്ക് കുടുംബങ്ങളോട് എന്തൊരു അടുപ്പമായിരുന്നു. കുടുംബത്തിലെ വിഷയങ്ങളിൽ ഈശോ എത്രമാത്രം ശ്രദ്ധാലുവായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ ഈശോ എന്തുമാത്രം പരിഹാരമായി മാറി. ഈശോയുടെ പരസ്യ ജീവിതത്തെ, ആ 3 വർഷത്തെ ജീവിതത്തെ കുടുംബങ്ങളുമായി ബന്ധപ്പെടുത്താതെ കാണുക അസാധ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈശോയുടെ കുടുംബങ്ങളുമായുള്ള ബന്ധം, ആദ്യത്തെ അടയാളം, ആദ്യത്തെ അത്ഭുതം ഈശോ ചെയ്തത് പോലും, അല്ലേ? അങ്ങനെയല്ലേ? അതെ, അതെ. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ വലിയൊരു നാണക്കേടിന്റെ സാഹചര്യമായിരുന്നു. ഒരു കുടുംബം തുടങ്ങുന്ന സമയം തന്നെ വലിയ കല്ലുകടിയാണ്. അത് രൂപപ്പെടുന്ന കുടുംബത്തിനും ഭീഷണിയാണ്. അത് നടത്തുന്ന ആ കുടുംബത്തിന് വലിയ പ്രശ്നമാണ്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഈശോ കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ നടത്തിയ അത്ഭുതം യോഹന്നാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം ദൈവശാസ്ത്രപരമായി വളരെ ആഴപ്പെട്ട ഒരു ഭാഗമാണത് എന്നുകൂടിയാണ്. അതിൽ ചരിത്രത്തിനപ്പുറത്ത് വലിയ ആഴമേറിയ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. പച്ച വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി ഈശോ. 6 കൽഭരണികൾ അത്രേ, 6 കൽഭരണികൾ. എന്തിന്? ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറക്കുന്ന 6 കൽഭരണികൾ അല്ലെന്നേ. ഈ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറക്കുന്ന കൽഭരണികൾ എവിടെയുള്ള? ഇത്രയും വലിയ അളവ് കൊള്ളുന്ന കൽഭരണികൾ എവിടെയാ ഉള്ളേ? സാധാരണഗതിയിൽ ജെറുസലേം ദേവാലയത്തിലാന്നേ, അല്ലെങ്കിൽ സിനഗോഗിലാന്നേ. കാരണം ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ക്ഷാളനം നടത്തിയിട്ട് വേണം കയറാൻ. സിനഗോഗിലേക്ക് കയറുന്നതിന് മുമ്പ് ക്ഷാളനം നടത്തിയിട്ട് വേണം കയറാൻ. അപ്പോൾ വെള്ളം കൊണ്ടു കഴുകിയാൽ ശുദ്ധിയാകും. ആരാധനയ്ക്കുള്ള ശുദ്ധി വെള്ളം കൊണ്ട് കഴുകിയാലാകും എന്ന് കരുതിയിരുന്ന ഒരു യഹൂദ സമൂഹത്തിന്റെ കാനായിലെ കല്യാണ വിരുന്നിൽ 6 ഭീമൻ കൽഭരണികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് അത് കൊച്ചു കാര്യമല്ല. അതില് ചരിത്രത്തെക്കാളേറെ ദൈവശാസ്ത്രമാണുള്ളത്. വെള്ളം കൊണ്ടു കാലും കൈയും കഴുകിയാൽ ആരാധനയ്ക്കുള്ള ശുദ്ധി ലഭിക്കുമോ? നിന്റെ പാപങ്ങൾ മാറിക്കിട്ടുമോ? ചോദ്യം, വലിയൊരു ചോദ്യമാണത്. യഹൂദർ അങ്ങനെ വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോ കൈയും കാലൊക്കെ കഴുകി പ്രാർത്ഥനയ്ക്കെന്നാ ഓക്കെ. ഈശോയുടെ രക്തത്താലാണ് പാപങ്ങൾ കഴുകപ്പെടുന്നത്, മനുഷ്യൻ ശുദ്ധനാകുന്നത് ഈശോയുടെ തിരുരക്തത്താൽ മാത്രം. പക്ഷേ അങ്ങനെയുള്ള യഹൂദർക്കുണ്ടായിരുന്ന ഒരു ധാരണയെ ഈശോ ആ ശുദ്ധീകരണ കർമ്മത്തിനുള്ള ആ വലിയ ജാറുകളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞിട്ട് ആ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി ഈശോ. വെള്ളം വീഞ്ഞായി മാറുന്ന കാഴ്ചയാണ്.
എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് ഈശോ അവിടെ വെച്ച് പറഞ്ഞത് നമ്മൾ കേട്ടാണല്ലോ. എന്റെ സമയം ഇനിയും ആയിട്ടില്ല. നമ്മൾ പിന്നെ കേൾക്കുന്നുണ്ടല്ലോ, പിതാവേ സമയമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കാൽവരി കുരിശിലെ മരണമാണ് ഈശോയുടെ മണിക്കൂർ, യോഹന്നാന്റെ കാഴ്ചപ്പാടനുസരിച്ച്. അതുകൊണ്ട് തന്നെ കാനായിലെ കല്യാണം എന്ന് പറയുന്നത്, കല്യാണ വിരുന്ന് എന്ന് ആ വീട്ടിൽ നടന്ന ആ ഒരു ഈശോയുടെ അത്ഭുതം എന്ന് പറയുന്നത് ഈശോയുടെ മണിക്കൂറുമായി ബന്ധപ്പെട്ടതാണ്, ഈശോയുടെ പെസഹ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോഴ് ഞാൻ പറഞ്ഞു വരുന്നത്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ ഈശോ തൻ്റെ കാൽവരിയിലെ കുരിശുമരണത്തിലൂടെ സകല മനുഷ്യർക്കും സ്വന്തം രക്തം എല്ലാവർക്കും പാപമോചനത്തിനായി ഒഴുക്കിയ കർത്താവായ ഈശോ, അതിൻ്റെ യോഹന്നാൻ സുവിശേഷത്തിലെ തുടക്കം നമുക്ക് കാണാൻ കഴിയുന്നത് ദാ ഇവിടെയാണ്, ഒരു കുടുംബത്തിലാണ്, കാനായിലെ കല്യാണത്തിലാണ്. മറ്റ് സുവിശേഷങ്ങളിൽ അത് കാണാൻ കഴിയുന്നത് മാമോദീസ നേരത്താണ്. എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ടെന്നാണ് അവിടെയൊക്കെ പറയുന്നത്. അപ്പോ മാമോദീസയും കാൽവരിയുമാണ് മറ്റു സുവിശേഷങ്ങളിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ പാപികളുടെ ജോർദാനിലേക്ക് പരിശുദ്ധൻ ഇറങ്ങി നിന്ന കാഴ്ചയാണത്. അപ്പോ പാപികളുടെ ജോർദാനിലേക്ക് പരിശുദ്ധൻ ഇറങ്ങി നിന്നിട്ട് പാപമോചനത്തിനായുള്ള അല്ലെങ്കിൽ അനുതാപത്തിന്റെ മാമോദീസ സ്നാപകനിൽ നിന്ന് സ്വീകരിച്ചത്ര ഈശോ. വല്ല കാര്യമുണ്ടോ? പരിശുദ്ധനല്ലേ, പിന്നെ എന്തിന് ആ പാപികളുടെ ജോർദാനിലേക്ക് ഇറങ്ങി നിൽക്കണം? പാപികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ജോർദാനിലേക്ക് ഈശോ ഇറങ്ങി നിന്നപ്പോൾ ഈശോ എല്ലാവരോടുമായി പറഞ്ഞത്, മക്കളെ ഞാൻ കൂടെയുണ്ട് എന്നാണ്, ഞാൻ നിങ്ങളിൽ ഒരുവനാണ് എന്ന്. പാപമില്ലാത്തവൻ പറഞ്ഞത്, ഞാൻ നിങ്ങളിൽ ഒരുവനാണ്. അവിടെയാണ് ആ മാമോദിസയുടെ നേരത്താണ് സ്വർഗം പറഞ്ഞത്, മോനെ നീ സ്വർഗത്തിൻ്റെതാണ്, നീ എൻ്റെ മോനാടാ. അർത്ഥം എന്താ? നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നീ അവരുടെ ജോർദാനിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ മോനെ എനിക്ക് സന്തോഷമായി, നീ എൻ്റെ മോനാടാ. നീ മനുഷ്യപുത്രനാണെന്ന് സ്വയം ഇതുപോലെ അവരോട് പറഞ്ഞപ്പോൾ ഞാൻ ഇതാ നിന്നെ പ്രഖ്യാപിക്കുകയാണ്, നീ ദൈവപുത്രനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടുന്ന് നമുക്ക് തിരികെ വരാം. വളരെ വ്യക്തമായി കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ തൻ്റെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളുടെ സൂചന അവിടെ കൊടുത്തിട്ടുണ്ട് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ആ കുടുംബത്തിൽ ഈശോ തൻ്റെ പെസഹ രഹസ്യങ്ങളുടെ വളരെ ചെറിയ ഒരു മുൻ ആസ്വാദനം അവർക്ക് നൽകുകയായിരുന്നു. അവരെ നാണക്കേടിൽ നിന്ന് ഈശോ രക്ഷിക്കുകയായിരുന്നു. ഈശോ കുടുംബങ്ങളിലൂടെ കടന്നുപോയവനാണ്. നിങ്ങൾക്കറിയാം കുടുംബങ്ങളുമായി ഈശോ സ്ഥാപിച്ച ബന്ധം. ഈശോ ഓരോ കുടുംബം, എനിക്കിന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈശോ സഖ്യവൂസിനോട് പറഞ്ഞു നോക്കി. നിന്റെ കുടുംബത്തിൽ വീട്ടിലേക്ക് ചെല്ലുന്ന ഈശോ, എന്നിട്ട് ഈശോ അവിടെ വെച്ച് ഈ കുടുംബത്തിന് ഇന്ന് രക്ഷ കൈവന്നിരിക്കുന്നു. ഈശോ കുടുംബങ്ങളുടെ രക്ഷകനാണ്. ഒരമ്മയും മോനും, വിധവയാണ് അവള്, ആ ഏക മകനാണ്, മരിച്ചു. നൈം പട്ടണത്തിലെ വിധവയുടെ കാര്യം. പക്ഷെ ആ കുടുംബത്തെക്കുറിച്ച് ശ്രദ്ധയുള്ള ഈശോയാണ്. ശവമഞ്ചത്തോട് അവരോട് നിൽക്കാൻ പറഞ്ഞു. ശവമഞ്ചത്തിൽ വന്ന് ആ ചെറുപ്പക്കാരനെ സ്പർശിച്ച് എഴുന്നേൽപ്പിച്ച് അമ്മയുടെ കൂടെ വിടുന്ന ഈശോയെ നമ്മൾ കാണും. കുടുംബത്തെ ശ്രദ്ധിക്കുന്ന രക്ഷകൻ. നിങ്ങൾക്കറിയാം, നമ്മുടെ ലാസറിന്റെ കുടുംബത്തിൽ ഈശോ ഒരു നിത്യ സന്ദർശകനായിരുന്നു. വളരെ രസമാണ് ആ ഫിഗേഴ്സ്. ആ 3 ഫിഗേഴ്സും വളരെ രസകരങ്ങളായ ഫിഗേഴ്സാണ്. ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. ഓരോന്നും എടുത്ത് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തില് 11-ാം അധ്യായത്തില് ആ വിവരണം വളരെ ശ്രദ്ധേയമാണ്.
ഈശോയും ആ കുടുംബത്തിലുള്ള ഓരോരുത്തരുമായിട്ടുള്ള ഈശോയുടെ ബന്ധം. കർത്താവെ, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞു വിട്ടത്. എന്തൊരു രസമാണ്. കുടുംബത്തിലെ മറ്റംഗങ്ങള് ഈശോയുടെ അടുത്തേക്ക് ആളെ വിടുകയാണ്. കർത്താവെ, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കും. അങ്ങ് സ്നേഹിക്കുന്നവൻ. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗത്തെക്കുറിച്ചും നമുക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയും? ഈശോയെ അങ്ങ് സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവ്, ഈശോയെ അങ്ങ് സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യ, ഈശോയെ അങ്ങ് സ്നേഹിക്കുന്ന എൻ്റെ മക്കള്, ഈശോയെ അങ്ങ് സ്നേഹിക്കുന്ന എൻ്റെ സഹോദരൻ. അപ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഉള്ള അതിസുന്ദരമായ ഒരു വിശേഷണം ആയി മാറേണ്ടത് ഈശോ സ്നേഹിക്കുന്ന കുടുംബാംഗം എന്നതാണ്. ഇനി നമ്മള് ആ കുടുംബത്തിലെ ഈശോ കുടുംബത്തിലേക്ക് ചെല്ലുന്നത് എന്തുകൊണ്ട് എന്നുകൂടിയുണ്ട്. ഈശോ കുടുംബത്തിലെ ചെല്ലുമ്പോൾ ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് മർത്തായും മറിയവും, ആ കഥയൊക്കെ നമുക്കറിയാം. അവിടെ മർത്ത ഓടി നടക്കുക. കാരണം എന്താ? ഈശോ ഗസ്റ്റ് ആണത്രേ. ഈശോ വീട്ടിലെ ഗസ്റ്റ്. ഈശോ വീട്ടിലെ, എൻ്റെ വീട്ടിലെ ഗസ്റ്റ്. ഈശോക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഏർപ്പാടാണ് ഗസ്റ്റ് ആവുക എന്നുള്ളത്. ഈശോ നിന്റെ വീട്ടിലെ ഗസ്റ്റ് അല്ല. മാർത്ത ഓടിച്ചാടി വിഷമിച്ചൊക്കെ നടന്ന് അവസാനം പൊട്ടിത്തെറിച്ചു ഗസ്റ്റിനോട്. എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് കാണുന്നില്ലെന്നാ. അപ്പോ ഈശോ എന്താ പറഞ്ഞ്? നീ അനേകം കാര്യങ്ങളെ കുറിച്ച് ഉത്കണ്ഠാകുലയായി. അതായത് എന്നെ ഗസ്റ്റായി കണ്ടതാണ് നിന്റെ പ്രശ്നം മാർത്ത. എന്നെ ഗസ്റ്റായി കണ്ടാ പിന്നെ നിന്റെ അസ്വസ്ഥതകളേറും. എന്നെ ഗസ്റ്റായി കണ്ടാൽ നിനക്ക് ഉത്കണ്ഠകളേറും. പിന്നെ നീ എന്തൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നുള്ളതാ. ആ മേരിയെ കണ്ടോ? നീ കുറ്റപ്പെടുത്തിയ മേരി. അവൾ എന്നെ എങ്ങനെയാ കാണുന്നേ? ഗസ്റ്റായിട്ടാണോ? അല്ല. മാർത്ത ഈശോക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഓടിച്ചാടി നടക്കുമ്പോൾ ഈശോ വന്നിരിക്കുന്നത് നിനക്ക് ആവശ്യമുള്ളത് തരാനാണ്. ഈശോ ഒരിടത്തും ഗസ്റ്റ് അല്ല, ഈശോ എല്ലായിടത്തും ഹോസ്റ്റാണ്. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ലെന്നേ. ഈശോയിൽ നിന്ന് സ്വീകരിച്ചാൽ ധാരാളം മതിയെന്നേ. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. എൻ്റെ കർത്താവെ, ഞാനിതാ അങ്ങയുടെ ഈ പാദാന്തികത്തിലിരിക്കുന്നു. ഇവിടെ ചാര്, താഴെ, ഉപനിഷത്ത് എന്നാണ്. അടുത്ത താഴെ ഇരിപ്പ് ആണ്. ഈശോയെ തന്നാലും, ഈശോയെ പ്രബോധിപ്പിച്ചാലും, ഈശോയെ പറഞ്ഞാലും ഞാനിതാ കേൾക്കുകയാണ്, സ്വീകരിക്കുകയാണ്. ഈശോയെ അങ്ങയുടെ കൃപ ചൊരിഞ്ഞാലും ഞാനിതാ ഐ ആം അറ്റ് ദ റിസീവിംഗ് എൻഡ്. ഐ ആം അറ്റ് ദ റിസീവിംഗ് എൻഡ്. ജോൺ 4 അവിടെ സമരിയാക്കാരി സ്ത്രീയുടെ കാര്യം വന്നപ്പോഴും അവസാനം ചെന്ന് നിന്നത് ഷീസ് അറ്റ് ദ റിസീവിംഗ് എൻഡ്. ഈശോ ഒരിടത്തും ഗസ്റ്റ് അല്ല, ഹോസ്റ്റാണ്. ശരിയാണ്. അത് എല്ലാ കാര്യത്തിലും വളരെ ക്ലിയർ ആണ്. ഈശോ ഒരിടത്തും ഗസ്റ്റ് അല്ല. പ്രിയപ്പെട്ടവരെ, ഗസ്റ്റ് ആയാൽ ഈശോയ്ക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ. നോ നോ നോ. ഈശോ ഒരു രക്ഷകനാണ്. നിന്റെ രക്ഷകൻ, നിന്റെ കുടുംബത്തിന്റെ രക്ഷകൻ. നീ അവനിൽ വിശ്വസിക്കുക, നീ അവനിൽ നിന്ന് സ്വീകരിക്കുക. ധാരാളം ധാരാളം. ആ ഇരിപ്പാണ് പ്രധാനം.
അവനെ അംഗീകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അവന് ഒന്നിന്റെ ആവശ്യമില്ലെന്നേ. അവിടത്തേക്ക് ഒന്നിന്റെ ആവശ്യമില്ല. പക്ഷെ നിനക്കാണ് ആവശ്യമുള്ളത്, എൻ്റെ കുടുംബത്തിനാണ് ആവശ്യമുള്ളത്. പാപം നിന്റെ പടിവാതിൽക്കൽ പതിയിരിക്കുന്നുവെന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടെങ്കിൽ പേടിക്കണ്ട കുടുംബമേ, പേടിക്കണ്ട. ഈശോ നിന്റെ കുടുംബത്തിന്റെ നടുത്തളത്തിൽ കസേരയിട്ടിരിപ്പാണ്. നിനക്ക് അവിടുത്തെ ബലം ആവശ്യമാണ്, നിങ്ങൾക്ക് അവിടുത്തെ കൃപ ആവശ്യമാണ്, നിങ്ങൾക്ക് അവിടുത്തെ സാന്നിധ്യ അവബോധം ആവശ്യമാണ്. അവിടെ ഇരിക്കുക, ഈശോയുടെ മുന്നിൽ. രക്ഷകനായി ഈശോ എൻ്റെ കുടുംബത്തിൽ ഉണ്ട് എന്ന് നീ ഈശോയെ പോറ്റാൻ നടക്കുന്ന ആളല്ലെന്നേ, ഈശോയിൽ നിന്ന് സ്വീകരിക്കാനിരിക്കുന്ന ആളാണ് കുടുംബത്തിന്റെ രക്ഷകൻ. പ്രിയപ്പെട്ടവരെ, ഈശോയോടുള്ള ഈ സ്നേഹം, ഈ ഭക്തി, ഈ ഒരു ചേർന്നിരിപ്പ്, ഈശോ എൻ്റെ ജീവിതത്തിൽ എസെൻഷ്യലാണ്, എൻ്റെ കുടുംബത്തിൽ എസെൻഷ്യലാണ് എന്നുള്ള ഒരു അവബോധം കുടുംബത്തിലെ ഓരോ ആൾക്കും ഉണ്ടാവുക എന്നതാണ് സുപ്രധാനം. ഞാൻ പറഞ്ഞു വന്നപ്പോൾ സമയമായിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഗൗരവമായിട്ട് കുടുംബത്തിലെ ഈശോയെക്കുറിച്ച്, ഈശോ രക്ഷകനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും.